പ്രസ്തുത വാർത്തയുടെയും മദഹിന്റെയും അവർ പുറത്തുവിട്ട ചിത്രത്തിന്റെയും അടിസ്ഥാനത്തിൽ ഏതാനും കാര്യങ്ങൾ വിശകലനം ചെയ്യുകയാണ് ഇവിടെ. ഈ മുടിക്കെട്ടിന് ഉപരിസൂചിത ഹദീസുകളുമായുള്ള ബന്ധമെന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗാനന്തരം ഇത്രയും എണ്ണവും വണ്ണവും നീളവുമുള്ള മുടിക്കെട്ട് ആരാണ് ഉടമപ്പെടുത്തിയത്? ഈ മുടിക്കെട്ട് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണെന്നതിന് എന്ത് ചരിത്രരേഖയാണുള്ളത്? മുസ്ലിയാക്കന്മാരുടെ ദലീലുൽ ഈമാൻ എന്ന സൈറ്റിൽ മുടിക്കെട്ട് വളരുകയാണോ നീളുകയാണ് എന്നൊക്കെ മദഹ് കണ്ടു എങ്കിൽ ഇന്ത്യക്കകത്തും പുറത്തും പുരോഹിതന്മാർ കൊണ്ടു നടക്കുന്ന തിരുകേശങ്ങൾ വേറെയുമുണ്ടല്ലോ. അഥവാ കാന്തപുരത്തിനെ തന്നെ മർക്കസിലുള്ള കാശ്മീരി കേശം, വെല്ലൂര്, അസ്രത്ത് ബാൽ, ഡൽഹി, അവയൊന്നും എന്തുകൊണ്ട് ഇതുപോലെ വളരുകയോ നീളുകയോ ചെയ്യുന്നില്ല? മുടിക്കെട്ടിന്റെ വർണ്ണത്തെക്കുറിച്ച് ഷദീദുസ് സവാദ് എന്നാണ് പ്രസ്തുത സൈറ്റിലുള്ളത്. കറുകറുത്തത് എന്നാണ് അതിനർത്ഥം. എന്നാൽ ഖസ്റജിയുടെ മുടിക്കെട്ടിൽ ചെമ്പൻ മുടികളാണ് കാണുന്നത്. എന്തുകൊണ്ട്? നെയിലില്ലാത്ത നബിയായതിനാൽ ഈ മുടിക്കെട്ട് സൂര്യനു താഴെ പ്രദർശിപ്പിച്ചപ്പോൾ നീളുണ്ടായിരുന്നില്ല എന്നും പ്രസ്തുത വിവരണത്തിൽ കണ്ടു. എങ്കിൽ കയ്യിൽ കിട്ടിയ മുടിയെ സൂര്യന് താഴെ വെച്ച് ഇതിനെക്കുറിച്ച് സംശയമുള്ളവരുടെ ആശങ്ക ദൂരീകരിച്ചുകൂടെ? തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നീളുണ്ടായിരുന്നു എന്നറിയിക്കുന്ന ഹദീസുകൾ ഇബ്നു അജറുൽ ഹൈതമി മജ്മുഉ സവാദിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു വിഭാഗത്തോട് അവരുടെ മതവിഷയത്തിൽ സാദൃശ്യപ്പെടുന്നവൻ അവരിൽപ്പെട്ടവനാകുന്നു അബൂദാവൂദ്. എന്നോദിയ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മുടി ഈ വിധം നീട്ടി വളർത്തുമോ? സ്ത്രീകളോട് സദൃശ്യപ്പെടുന്ന പുരുഷന്മാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചിരിക്കുന്നു. ബുഖാരി. എങ്കിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ഈ വിധം മുടി നീട്ടി വളർത്തുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗാനന്തരം ഉമ്മു സലമ, അനസ്, മുആവിയ, മുഹമ്മദ് ബിനു സീരീൻ, ഉമർ ബിനു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു തുടങ്ങിയിട്ടുള്ള മാത്തുക്കളുടെ കൈകളുണ്ടായിരുന്ന മുടികൾ യഥാർത്ഥ മുടികളായിരുന്നു. എന്നാൽ അവ വളരുകയോ നീളുകയോ ചെയ്തിരുന്നില്ല. അവരാകട്ടെ അതുകൊണ്ട് ബർക്കത്തെടുത്തിരുന്നു. എന്നാൽ ആ മുടിയോ അത് മുക്കിയ വെള്ളമോ വിറ്റ് കാശാക്കിയിരുന്നില്ല. കൊടുപട്ടിണിയും ദുരിതവും ബാധിച്ചിരുന്നപ്പോൾ പോലും അവർ അതിന് തുനിഞ്ഞിരുന്നില്ല. വെല്ലൂരിൽ നിന്ന് സനദുള്ള മുടിയിട്ട വെള്ളമെന്ന് പറഞ്ഞ് EK ഗ്രൂപ്പുകാരനായ ഒരു കാസ്മി 3 കുപ്പി വെള്ളം 75,000 രൂപയ്ക്ക് ലേലം വിളിച്ചു. കാന്തപുരം സുന്നികളാവട്ടെ കേരളത്തിനകത്തും പുറത്തും കാടിളക്കി മുടിയിട്ട വെള്ളമെന്ന് പറഞ്ഞ് അതുകൊണ്ട് കരിഞ്ചന്ത നടത്തുന്നു. ഇത്തരത്തിലുള്ള ഏർപ്പാടുകൾ സ്വഹാബികളും സച്ചിതരും ചെയ്തിരുന്നോ? മുടി ദാനം ചെയ്ത ഖസ്റജി കണ്ടെന്ന് ജൽപ്പിക്കുന്ന സ്വപ്നത്തിന് ഇസ്ലാമിൽ ആധികാരികതയുണ്ടോ? സഹോദരങ്ങളെ, ദീനിനെ ദൂരെ നിർത്തിയും കീറിപ്പറഞ്ഞ് ഉശിഞ്ഞു നാറിയ വസ്ത്രം ധരിച്ചും കാലം കഴിച്ച CM മടവൂരിനെ മഹാനായ വലിയായും കുപ്പസ്വാമിയെ കറാമത്തിന്റെ ഉപ്പാപ്പയായും അഥവാ ഓച്ചിറ ഉപ്പാപ്പ, മുനമ്പത്ത് പ്രത്യക്ഷപ്പെട്ട അനാഥ ജഡത്തെ ഫാത്തിമ സുഹറ ബീവിയായും പറഞ്ഞ് സ്ഥാപിച്ച ചെറിയ വായിൽ വലിയ നാവുള്ള മുസ്ലിയാക്കന്മാർ കൂട്ടിനുള്ള കാലത്തോളം ഖമറുൽ ഉലമക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിറ്റ് കാശാക്കാൻ എന്ത് പ്രയാസമാണുള്ളത്? സമുദായമേ ഉണരുക. ഈ ഖുറാഫി പണ്ഡിതരുടെ വ്യാജകേശം കൊണ്ടുള്ള ചൂഷണത്തെ കരുതിയിരിക്കുക. സ്വന്തം ബുദ്ധി മറ്റാർക്കും പണയം വെച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ദുനിയാവും ആഖിറവും ഒരുപോലെ ഈ പുരോഹിതന്മാർ കൊള്ളയടക്കുന്നതിനെതിരെ ചിന്തിക്കുക, പ്രതികരിക്കുക. നമ്മുടെ ഈമാനിന്റെ ഭാഗമാണത്.